കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഗോതമ്പ് ബ്രെഡ് ഉണ്ടാക്കിയാലോ? എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി എപ്പോഴും മൈദ വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ കാണിച്ചു തരുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കുമെന്ന്. പിന്നെ ഗോതമ്പ് റൊട്ടിയുടെ റെസിപ്പിയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ബേക്കറി സ്റ്റൈലിലുള്ള നല്ലൊരു ഗോതമ്പ് ബ്രെഡ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു മാസത്തെ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടത്തുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ചുമ്മാതിരിക്കുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് പഠിക്കാം. അതേപോലെ നമുക്കൊരു സംരംഭകരൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ഉപകാരപ്പെടും. പിന്നെ നമുക്കൊരു ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഉണ്ട്, അവിടെ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് ആ വർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ തൊഴിൽ പഠിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും കേട്ടോ. വളരെ തുച്ഛമായ ഫീസിൽ ധാരാളം ബേക്കറി ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട്. ഇതേപോലൊരു ക്ലാസ് ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. നമ്മുടെ അടുത്ത ബാച്ച് തുടങ്ങുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. അത് നമ്മുടെ 8ാമത്തെ ബാച്ചാണ്. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുക, അതിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽ ഒക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപകാരമാകും. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കാം. ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കാൻ നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഗോതമ്പ് പൊടി ആദ്യമായിട്ട് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗോതമ്പ് പൊടി മാത്രമായിട്ട് നമ്മൾ റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റൊട്ടി ഒരിക്കലും നല്ല ഹൈറ്റായിട്ട് പൊന്തി വരില്ല. കാരണം നമുക്ക് മൈദ കൂടി ചേർത്താൽ മാത്രമേ റൊട്ടിക്കും ബണ്ണിനും ഒക്കെ നല്ല ഹൈറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കാണാൻ കുറച്ച് ഭംഗി കുറവായിരിക്കും, പക്ഷേ ഹെൽത്തി ആയിരിക്കും. നിങ്ങൾക്ക് ഗോതമ്പ് ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഗോതമ്പ് മാത്രമാണ് ഉപയോഗിച്ച് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഭംഗി കുറച്ച് കുറവായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൈദയും ഗോതമ്പും സമാസമം എടുത്തിട്ട് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഗോതമ്പ് പൊടിയും പിന്നെ ഒരു 1/4 ഭാഗത്തോളം മൈദയും എടുത്തിട്ട് ചെയ്യാം. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ആണ് കേട്ടോ. 150 ഗ്രാം. പിന്നെ അതേപോലെ തന്നെ മൈദയും 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്കൊരു 50 ഗ്രാം ഒക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് ഇടുമ്പം റൊട്ടി നന്നാവണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതും പുതിയ ഈസ്റ്റ് തന്നെ ആയിരിക്കണം. ഈസ്റ്റ് പഴയതായി പോയിട്ടുണ്ടെങ്കിൽ റൊട്ടി ഒരിക്കലും നന്നായി വരില്ല. പിന്നെ കുറച്ച് ബട്ടർ എടുക്കുക. ബട്ടർ ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതി. നമുക്കിതൊന്ന് കുഴച്ച് നല്ല മാർദ്ദവം വരുത്താൻ വേണ്ടി ഒരു ടീസ്പൂൺ ബട്ടർ എടുക്കുക. ഇത് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ടേസ്റ്റിനായിട്ട് ഞാൻ ഈ ഗോതമ്പ് റൊട്ടിയിൽ ഏലക്കായുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എസൻസ് വേണമെങ്കിൽ അത് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളമാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുഴച്ചിട്ട് നല്ലൊരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് കുഴയ്ക്കാനുള്ള ഒരു വലിയ പാത്രം എടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മുടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കമ്പനിയുടെ ഗോതമ്പ് പൊടി എടുക്കുക. മൈദയും അതേപോലെ തന്നെ ഞാനിപ്പോൾ രണ്ടും ലിബർട്ടിയുടെ ആണ് എടുത്തിട്ടുള്ളത്. ലിബർട്ടി ആണെങ്കിലും കുഴപ്പമില്ല, പ്രിൻസ്, എലൈറ്റ്, പാരിസൺസ് അതുപോലുള്ള കമ്പനികളുടെ ഗോതമ്പ് പൊടി മൈദയൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ തടം കെട്ടാം. നടുഭാഗം ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് അവിടേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത പഞ്ചസാരയും അതേപോലെ ഈസ്റ്റ് പഞ്ചസാര ഞാൻ പറഞ്ഞു 50 ഗ്രാം ആണ് ചേർക്കുന്നത്. ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്തോ കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ഈസ്റ്റ് ഇട്ടതുപോലെ തന്നെ ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ml വെള്ളം എടുത്തിട്ടുണ്ട്. 150 ml വെള്ളം വേണ്ടി വരില്ല. നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കാം കേട്ടോ.
ആദ്യം ഈ പഞ്ചസാരയൊക്കെ ഇവിടുന്ന് തന്നെ അലിയിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വാനില പൗഡർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം, കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മുട്ടയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയാണ്. എല്ലാം കൂടി നല്ലതായിട്ട് കൈവച്ച് നല്ല അമർത്തി കുഴച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ആ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് തന്നെ ടേസ്റ്റിനായിട്ട് ഏലക്കായുടെ പൗഡർ ചേർക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 150 ml വെള്ളമൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക്. ഞാനിപ്പോൾ 150 ml വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എത്രയാണെന്ന് ആവശ്യം നോക്കിയിട്ട് വേണം നമ്മൾ ഈ ബട്ടർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വല്ലാതെ കൂടിപ്പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് പിടിച്ചിട്ടുള്ളത് കറക്റ്റ് 150 ml വെള്ളമാണ്. ഇനി ഈ ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പം ഏകദേശം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നന്നായിട്ട് കുഴച്ചോ. ഇനി കൈ വെച്ചിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് മിക്സറൊക്കെ ഉപയോഗിച്ചിട്ട് കുഴയ്ക്കാം കേട്ടോ. അതൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കുഴയ്ക്കാം, അല്ലാത്തവർ കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി അരമണിക്കൂർ നേരം കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ നമുക്ക് ബ്രെഡ് നന്നായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മളിതാ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലതായിട്ട് അരമണിക്കൂർ കുഴച്ച് നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ ഇതുപോലെ ഇട്ടിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഷേപ്പാക്കി വെക്കണം. ഇങ്ങനെ ഷേപ്പാക്കി വെച്ചതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ വരണ്ട കാലാവസ്ഥയൊന്നും അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മോൾഡിലേക്ക് ഷേപ്പ് ചെയ്തിടുന്നത്. അപ്പോൾ അതുവരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം മാവൊക്കെ നല്ലതായിട്ട് ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു മോൾഡിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ആവുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ബ്രെഡിൻ്റെ ഷേപ്പൊക്കെ പോയി പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഓയിൽ തേച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഷേപ്പാക്കാം. നമ്മൾ ഷേപ്പാക്കുന്നതിന് മുമ്പ് നമ്മുടെ മാവ് ഒന്ന് തൂക്കി നോക്കണം. നമുക്ക് ഈ മാവ് എത്രയുണ്ടെന്ന് ഒന്ന് തൂക്കി നോക്കാം. അപ്പം നമ്മൾ ബേക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഇതേപോലത്തെ ഒരു വെയിൻ മെഷീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഒത്തിരി കപ്പ്, സ്പൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കേണ്ടി വരില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഒന്ന് തൂക്കി നോക്കട്ടെ ഞാൻ. ഇപ്പം നമുക്കിത് 534 ഗ്രാമാണ് ഉള്ളത്. വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടുമല്ലോ. 150, 300 ഗ്രാമാണ് നമ്മൾ ഫ്ലോർ എടുത്തത്. പക്ഷേ അതിലേക്ക് വെള്ളം കൂടി വരുന്നുണ്ടല്ലോ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നിട്ട് 534 ഗ്രാം ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ഏകദേശം 400 ഗ്രാം തൂക്കമുള്ള ബ്രെഡാണ് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്ന് കുറച്ച് ഭാഗം മാറ്റിയിട്ട് നമുക്ക് 400 ഗ്രാം ആക്കി എടുക്കാം. ബാക്കി നമുക്ക് ബണ്ണായിട്ട് ഷേപ്പ് ചെയ്തിടാം കേട്ടോ. ബ്രെഡ് ഷേപ്പ് ചെയ്യുമ്പം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടിയോ ഓയിലോ ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പം മൈദപ്പൊടിയാണ് നമ്മൾ ചെയ്തതെങ്കിൽ ബ്രെഡ് ബേക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് മുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും, ആ വൈറ്റ് കളറിൽ കാണും. ആ സമയത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓയിൽ പെരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ടിട്ട് ഈ 2 ഭാഗത്തുനിന്നും അമർത്തി ഇതുപോലെ ചെയ്തെടുക്കുക. ഒരു ബ്രെഡിൻ്റെ ആകൃതിയിൽ ഇതിനെ ആക്കാം നമ്മൾ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ നീട്ടി കൊടുക്കുക. ഒരേ ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മളുടെ ഈ മോൾഡിന് എത്ര നീളമുണ്ടോ ആ ഒരു നീളത്തിൽ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആ നീളം ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ ബ്രെഡ് നമ്മളിങ്ങനെ മുറിക്കുമ്പം ഉള്ളിൽ വല പോലെ ഉണ്ടാവും, തിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലതായിട്ട് ടൈറ്റാക്കുക. ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പം ഇതാ ബ്രെഡ് മോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ മോൾഡ് ഒരു സെറ്റായിട്ട് വന്ന് 3 എണ്ണത്തിൻ്റെ സെറ്റായിട്ട് വന്നതാണ്. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഇതുപോലെ പൊട്ടിച്ചെടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഇതിന് ടോപ്പില്ല കേട്ടോ. ടോപ്പ് 3നും കൂടിയുള്ള വലിയൊരു ടോപ്പാണ്. അതുകൊണ്ട് ഇത് അതിലേക്ക് വെക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു പാത്രമോ ഒരു മൂടിയൊക്കെ എടുത്തിട്ട് ഒന്ന് മൂടി കൊടുത്താൽ മതി. നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ടോപ്പുള്ള ഒരു സൈസായിട്ടുള്ള മോൾഡ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇപ്പോഴൊന്നും ഇത് ബേക്ക് ചെയ്യാൻ വിടരുത്. ഇത് ബേക്ക് ചെയ്യാൻ വിടണമെങ്കിൽ ഈ ബ്രെഡ് ഉണ്ടല്ലോ ഒരു 1/4 അച്ച് പൊന്തി വരണം. നല്ലതായിട്ട് 1/4 അച്ച് പൊന്തി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓവനിലേക്ക് വിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രെഡിന് ആ അച്ചിൻ്റെ അതേയുള്ള ഷേപ്പ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പൊന്തി വരാൻ വേണ്ടി മാറ്റി വെക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ആവും. നല്ല ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാം. പിന്നെ ഈസ്റ്റ് നല്ലതാണെങ്കിലും അതുപോലെ പൊന്തി വരും. ഈസ്റ്റ് കേടുള്ളതും അതുപോലെ പഴയതും ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊന്തി വരത്തില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഏകദേശം 1/2 അച്ചിൻ്റെ മുകളിലോട്ട് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓവനൊക്കെ പ്രീ ഹീറ്റ് ആക്കാം. ഓവൻ പ്രീ ഹീറ്റ് ആക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത് 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ആക്കേണ്ടത്. അത് പല ഓവനും വ്യത്യസ്തമായിരിക്കും. ചില ഓവനൊക്കെ 200 ഡിഗ്രി കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ കയ്യിലുള്ള ഓവൻ്റെ ചൂടനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കും. ഈ ബ്രെഡ് ഓവനിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 മണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂർ വരെയൊക്കെ നേരം വേണം ബ്രെഡ് വേവാനായിട്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ തിക്ക് അനുസരിച്ച് തൂക്കം കൂടുതലാണെങ്കിൽ സമയം കൂടുതൽ വരും, തൂക്കം കുറവാണെങ്കിൽ സമയം കുറവേ വരുള്ളൂ. അതനുസരിച്ച് വെക്കുക. 1/2 മണിക്കൂറൊക്കെ ആയാൽ ബ്രെഡ് ഒന്ന് പതുക്കെ തുറന്ന് നോക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് എടുക്കുമ്പോഴും ഈ സമയത്ത് എടുക്കുമ്പോഴൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറയെ എയർ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇതങ്ങോട്ട് താഴ്ന്നു പോയിട്ട് വല്ലാതെ അങ്ങ് ഇരുന്ന് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എന്തായാലും ഓവൻ പ്രീ ഹീറ്റ് ആക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഒരു 1/2 മണിക്കൂർ നേരം കൊണ്ട് തന്നെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ ലൈഫ് വരുന്നത് 3 ദിവസമാണ്. നമ്മൾ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് 3 ദിവസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിത് സ്ലൈസ് ചെയ്യുമ്പം നാളെ സ്ലൈസ് ചെയ്യുന്ന നല്ലതായിട്ട് തണുത്തിട്ട്, അപ്പം നാളെ സ്ലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ സ്ലൈസ് ചെയ്താൽ കറക്റ്റായിട്ട് നല്ല പീസ് കിട്ടത്തില്ല. എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. ഞാൻ ഇതൊന്ന് ഇതേപോലെ പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നല്ല ചൂടുള്ള അടിപൊളി ബ്രെഡാണ് കേട്ടോ. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ചായയുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ചേച്ചിയോട് അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത് കേട്ടോ.